റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 6 cm ആൻഡ് 3 cm. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. അതായത് 6 cm നീളവും 3 cm വീതിയുമുള്ള ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ഒരു സെമി സർക്കിളിൽ അതിൻ്റെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് പി എ ബി സി. പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സിയുടെ സ്ക്വയറിനോട് ഈക്വലാണെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ ഇതും മൾട്ടിപ്ലൈ ചെയ്തത് പി സി എന്ന് പറയുന്ന ഈ ലെങ്ത്തിൻ്റെ സ്ക്വയറിനോട് ഈക്വലാണ്. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തത് പി സി സ്ക്വയറാണ്. അപ്പോൾ പി സി എന്ന് പറയുന്നത് റൂട്ട് എ ബി ആണ്. ഈ ലെങ്ത്തും മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ റൂട്ടായിരിക്കും ഈ സൈഡ്. അതുകൊണ്ട് ഇത് സൈഡാവുന്ന സ്ക്വയറിൻ്റെ ഏരിയ എ ബി ആയിരിക്കും. അതായത് ഈ സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും ഈ സ്ക്വയറിൻ്റെ ഏരിയ. അതുകൊണ്ട് ഈ എ പിയും പി ബിയും സൈഡാവുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഈ സ്ക്വയറിൻ്റെ ഏരിയയോട് ഈക്വൽ ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഈ ചിത്രം വരയ്ക്കുന്നത്. ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വരയ്ക്കുന്നതിനായി ആദ്യം 6 cm നീളമുള്ള ഒരു വര വരയ്ക്കുക. ഇതിന് പെർപെൻഡിക്കുലറായി 3 cm സൈഡ് വരയ്ക്കണം. അതിൽ 90 ഡിഗ്രി മെഷർ ചെയ്തു 3 cm ഇതിൻ്റെ വിഡ്ത്ത് വരയ്ക്കും. രണ്ട് ഭാഗത്ത് അതുപോലെ. ഇത് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ 6 cm 3 cm ഉള്ള റെക്റ്റാങ്കിളായി. ഇതേ ഏരിയയുള്ള സ്ക്വയർ കിട്ടാൻ വേണ്ടി മുകളിലെ 3 cm കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇത് 6ഉം 3ഉം ഇതിൻ്റെ പ്രൊഡക്റ്റാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി ഇത് ഡയമീറ്റർ ആവണ ഒരു സെമി സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അതിന് ബൈസെക്ടർ വരയ്ക്കാം ഈ ലൈനിൻ്റെ. അതിനായി കോമ്പസിൽ പകുതി കൂടുതൽ മെഷർ ചെയ്ത് മുകളിലൊരാർക്കും താഴെ ഒരാർക്കും വരയ്ക്കുന്നു. അത് ഈ അറ്റത്ത് വെച്ച് അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടും ജോയിൻ ചെയ്ത് വരയ്ക്കും. അത് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ മിഡ് പോയിന്റിൽ കോമ്പസ് വെച്ച് ഇവിടെ സെമി സർക്കിൾ വരയ്ക്കും. ഓക്കെ. ഈ സൈഡ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഇതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ്. ആ സൈഡ് കോമ്പസിൽ മെഷർ ചെയ്തെടുക്കുക. ഇത് കോമ്പസിൽ മെഷർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ. അത് മീറ്റ് ചെയ്ത പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഒരു ആർക്ക്, ഈ പോയിന്റിൽ നിന്ന് അത് കട്ട് ചെയ്യാം. ഇത് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയയുള്ള സ്ക്വയർ.